എന്താ സംഭവം? കാര്യമുണ്ട്. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാം. സെൻട്രലോട്ട് വാ. നിങ്ങളെ നമ്മുടെ കടയിൽ പോയിട്ട് ഒരു 5000 രൂപ വാങ്ങിച്ചോ. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ആരും കമ്പനിയിൽ ജോലി കയറണ്ട. എല്ലാവർക്കും ചിക്കൻ ബിരിയാണിയും രാത്രി ആവശ്യമുള്ള വെള്ളം ഒഴി. അതൊന്നും അല്ലടാ. പിന്നെ നിങ്ങളെ അയൽവാസി ഒരു ദരിദ്രവാസി എന്ന് കേട്ടിട്ടുണ്ടോ? സിനിമ ഇന്നലെ കണ്ടില്ലേ? അത് സിനിമയല്ല, ജീവിതത്തിൽ ഞാൻ കാണിച്ചു തരാം. മുതലാളി എന്നുള്ള വാക്ക് എന്റെ ഇവനെ പിരിച്ചുവിട്. അവനെ മുതലാളി എന്ന് പറയരുത്. അവ ഇപ്പൊ പിച്ചക്കാരൻ. പണ്ട് വന്ന് റോഡ് പണിക്കൊക്കെ കരാറാക്കി എടുത്ത് ചെയ്തോണ്ടിരുന്നു. ഇപ്പം കടക്കാരനായി ജപ്തിയായി അങ്ങനെ കിടക്കാണ്. അവന്റെ റോഡ് റോളറാണ് ആ കിടക്കുന്നത്. അത് ഇന്ന് ജപ്തി ആവണം. അതാണ് എന്റെ ഒരു സന്തോഷം. അല്ല, അതിപ്പോ സന്തോഷിക്കാനുള്ള കാര്യം എന്തുവാന്ന്? അതൊക്കെ ഉണ്ടടേ. നീ ആ ഇറങ്ങി വന്നവളെ കണ്ട് മാലതി. മാരുതി അല്ലടാ തെണ്ടിയും, മാലതി. ഞാൻ ഇവളും പ്രേമമായിരുന്നു. ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചപ്പോഴാണ് ആ തെണ്ടി ഈ വണ്ടിയുമായിട്ട് ഈ നാട്ടിൽ വന്നത്. അപ്പൊ ഇവിടെ പണിക്ക് വന്നു. അപ്പൊ വെറും സൈക്കിളുള്ള എന്നെ അവള് കളഞ്ഞിട്ട് അവനെ മതി എന്ന് പറഞ്ഞ് കല്യാണം ഫിക്സ് ചെയ്തു. മനസ്സിലായ? ആ വണ്ടിയും ഈ വണ്ടിയും പക്ഷേ അതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തു കിടക്കായിരുന്നു. ഈ തെണ്ടിയെയും ആ വണ്ടിയെയും ഈ നാട്ടിൽ നിന്ന് വിടാൻ ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചു. അവന് കടക്കാരനായി ജപ്തിയായി. ആ ജപ്തിയാണ് ഇന്ന് നടക്കുന്നത്. അതെനിക്ക് കൺകുളിർക്കെ ഇവിടെ കാണും. സന്തോഷത്തോടെ പോ. സന്തോഷം. അയ്യോ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും വേണ്ട. അല്ലേ, ഇവിടെ നിൽക്കുന്ന പലരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഭാര്യയും ഭർത്താവൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നിന്റെ ഭർത്താവിന്റെ തന്നെ വിളിച്ചത്. കൊറേ നാളോ ഇയാള് തലേ കയറിയിരുന്നു നിരങ്ങാൻ തുടങ്ങിട്ട്. എടി ഇയാൾക്ക് എന്നെ കെട്ടാത്തതിന്റെ അസൂയ ഉണ്ടല്ലേ ഇയാളിക്കുന്നൊക്കെ പറയണത്. അയ്യോ, കെട്ടാൻ പറ്റിയ ഒരു ചായന ഈ കളവിയെ കെട്ടിട്ട് എന്നെ എടുക്കാനാ. കോമളവല്ലി ഒന്നും മിണ്ടണ്ടവാ. കോമളവല്ലിയല്ലേ ഇത്, കോമാളിപ്പല്ലി. അയ്യോ, കോമാളിപ്പല്ലിന്റെ അമ്മൂമ്മ. അയ്യോ, എന്റെ അമ്മൂമ്മയുടെ കൂടെ പഠിച്ചല്ലേ നീ. അതാണ് നിനക്ക് ഇത്രയും പ്രായം. ഹലോ, ഞങ്ങള് സൊസൈറ്റി ആൾക്കാർ താമസിക്കാണ്. കുറച്ചൊരു മാന്യമായിട്ട് സംസാരിക്കാൻ നിന്റെ ഭാര്യയോട് പറയണം. നീ കുറെ നേരം വായനടാ. നീ എന്തിന്റെ വിഷമാണ്? കാരണം ഞാൻ പൊളിച്ചാണല്ലേ എന്നെ അടിച്ചല്ലേ. ഈ ജപ്തി ഒന്ന് കഴിഞ്ഞോട്ട് ഇന്ന്. അതെ, ജപ്തി നടക്കൂല. നടക്കൂല. ഈ വണ്ടി ശരിയാക്കാൻ വേണ്ടി 3 പ്രാവശ്യം വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്ന് വണ്ടി സ്റ്റാർട്ട് ആവണ്ടേ ജപ്തി നടക്കൂല. അത് ഇവൻ എന്തെങ്കിലും ചെയ്ത് കാണും. ഇവൻ ആ എഞ്ചിന്റെ എന്തെങ്കിലും സാധനം എടുത്ത് മാറ്റിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ വിഷയം ഉണ്ടാവേണ്ട കാര്യം. എന്റെ അമ്മയാണ് സാറേ, ഞാൻ ഒന്നും ചെയ്തതല്ല. സാർ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു 3 ദിവസം സമയം താ. ഞാൻ വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ച് വണ്ടി റെഡിയാക്കാം. നടക്കൂല സാറേ. ഇന്ന് എന്നെ ജപ്തി ആണോ? അത് എന്റെ ആവശ്യമാണ്. ഞാൻ അതിന് വേണ്ടി കാത്തിരിക്കണം. ആൾക്കാരല്ല ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട് സാറേ. ഇന്ന് ജപ്തി നടക്കണം പ്ലീസ്. വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ജപ്തി നടക്കും. അതെ, വണ്ടി സ്റ്റാർട്ട് ആകാത്ത വണ്ടി അങ്ങനെ കൊണ്ടുപോകും. അല്ല, അത് കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നീ മറ്റേ സർക്കസുകാരെ പോലെ മുടിയെ കെട്ടി ഇങ്ങനെ പഠിച്ചോണ്ട് പോവാ. എടാ, എനിക്കറിയാം നീ ഇത് പറയുമെന്ന്. അതിന് വേണ്ടി നല്ലൊരു സെറ്റപ്പ്. കുട്ടിശങ്കരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഈ നാട്ടിലെ ഏറ്റവും മിടുക്കനായ ഒരു കൊമ്പനാനയാണ്. അതിനെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അവൻ നിന്റെ ഈ റോറിനെ ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് കൊണ്ടിടും. കൊമ്പനായ കൊമ്പനാണി നമ്പുവോർക്കും മുമ്പിൽ നല്ല തമ്പിയാണി. തിടമ്പെടുത്ത കൊമ്പനായ കൊമ്പനാണി നമ്പുവോർക്കും മുമ്പിൽ നല്ല തമ്പിയാണി. പലരും കാണണം. ഇവിടെ പലരും കാണണം. കുട്ടിശങ്കരൻ എനിക്ക് ഇതൊന്നും കാണാൻ വയ്യേ. അതെ, എനിക്ക് ഇതിന്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കണം. സെൽഫി. എന്റെ അടിയിലോട്ട് ചെന്ന് കയറാം.
അത് ചവിട്ടി നിന്നെ പപ്പടമായി കളയും സെൽഫി ഉണ്ടാക്കാൻ വന്നേക്കുന്നു. ആശാനെ എന്നെ മനസ്സിലായില്ലേ? പിന്നെ നിന്നെ മനസ്സിലാക്കാൻ എന്റെ ATM കാർഡിന്റെ പിൻ നമ്പർ അല്ലേ നീ? അല്ല ഞാനാണ് നിങ്ങളെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്നത്. എന്താ ഇതിന്? ബാബു ഞാൻ പറഞ്ഞില്ലേ ആ റോഡ് ചുമക്കാൻ വേണ്ടിയല്ലേ സാറിന്റെ ഇതിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഏത് റോഡ്? അത് അയ്യേ, ഈ ചീള് കേസിനാണോ എന്റെ കുട്ടിശങ്കരനെ നിങ്ങൾ അത് കുഴപ്പം. ഇത് കെട്ടി വലിച്ചോണ്ട് പോരാ ഈ നിസ്സാര കാര്യത്തിനാ കുട്ടിശങ്കര നമുക്ക് സാറ് പോര്. ഇല്ല. ഈ ചീള് കേസൊന്നും ഞങ്ങളെ കിട്ടില്ല. സാറ് സംഭവം എന്നറിയാം. ഇവിടെ ഇത് കുട്ടിശങ്കരനാണ്. അതെ മനസ്സിലായി. അതുകൊണ്ടാണ് ഇത്ര വലിയ ആന ആയതുകൊണ്ടാണ് ഞാൻ. സാറ് ഒരു കാര്യം ഞാൻ പറയാം. ഇത് എന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. സാറ് വിളിച്ചോണ്ട് പോയി ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവരും. കാശ് എത്ര ഉണ്ടെങ്കിലും ഞാൻ കൂട്ടിത്തരാം കേട്ടോ. ആണോ? അതെ നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ജപ്തി നടപടികൾ ചെയ്താൽ മതി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ മൊത്തം കാണിക്കണം. എന്റെ ഒരു അന്ത്യ അഭിലാഷമാണ്. അപ്പൊ കുറച്ചു നേരം സാർ അകത്തിരുന്ന നീ നല്ലൊരു കോഴിയെ പിടിച്ച ഒരു കറിയൊക്കെ ഞാൻ ബാബു ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. എല്ലാം വാങ്ങിച്ചു. എന്റെ പൊന്ന് സാറ് നിങ്ങൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ് എന്നാ ചെലവായി ആനയ്ക്കുള്ള സാധനം വാങ്ങിക്കുന്നേ? എന്താ ഒരുപാട് ചെലവ് വന്നേ. 40,000-40,000 രൂപ. വിളച്ചെടുക്കുന്നു ഒന്നുമില്ല. 40,000 രൂപ സാർ. എന്തിനാണ് സാർ ഇത്രയും കാശ് കൊടുത്ത്? കുട്ടിശങ്കരനും ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കുട്ടിശങ്കരൻ ഇല്ലേ കുട്ടിശങ്കരൻ നമുക്ക് പോകാം. പോണ്ട എല്ലാ സാധനങ്ങളും. അപ്പോഴേ കഴിക്കാൻ വേണ്ടി എന്താണ് സെറ്റ് ചെയ്യേണ്ടത്? പൊറോട്ടയും ബീഫും. ആന പൊറോട്ടയും ബീഫും തിന്നു? അവനല്ലേ, എനിക്കാണ്. പൊറോട്ടയും ബീഫ് കഴിക്കത്തുള്ളൂ. ആനയ്ക്ക് പട്ടയെടുക്കാം. അയ്യോ കൊടുക്കരുത്, കൊച്ചി ഇറക്കനാണ്. പൂമ്പ് പാടിപ്പോവും. സാധനം ചൂണ്ടാന്നാ മതി, ഞാൻ അടിച്ചോളാം. എന്തോന്ന് പട്ട? അയ്യോ അതല്ലേ ഇത് കഴിക്കുന്ന മറ്റേ ഇല കളക്കുള്ള സാധനം ഉണ്ടല്ലോ പട്ട, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എനിക്ക് ചെറിയ പേടിയെ കൊണ്ട് രാത്രി കിടക്കാം. ബാബു ഒരു ആനയുടെ ഒരു പാലൊന്ന് പിഴുതു തരുമോ? കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് നട്ടതേ ഉള്ളു. പെട്ടെന്ന് പിടിതെടുക്കാന്ന് പറയുന്നത് പെടല് പറ്റിയാൻ താഴെ കേട്ടോ. കുഞ്ഞു കളിക്കാനോടാ എന്റെ ആനയുടെ പാല്? അത് വേണ്ട, ജപ്തി ഇടന്നാ മതി. ഞാൻ ഇവിടെ ഉണ്ട്. കുട്ടേ എന്താ വേണ്ടേ? എല്ലാം റെഡിയായി തരും. സത്യമായിട്ടും ആന ഓരോന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ലേട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളി. ചേട്ടനാണ് ആനയുടെ ഡ്രൈവർ? ആനയുടെ ഡ്രൈവർ? ആനയ്ക്ക് ഡ്രൈവർ എന്നല്ല പറയുന്നത്, പിന്നെ പാപ്പാൻ. ചേട്ടനാണോ അതിന്റെ ആള്? അതെ ഞാനാണ്. തൊട്ടോട്ടെ ചേട്ടാ. എന്തൊരു സുന്ദരനാ. താങ്ക് യു. ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങളെല്ലാം സുന്ദരന്മാരാണ് വീട്ടില്. കണ്ണെടുക്കാനേ തോന്നില്ല. വേണ്ട, എടുക്കണ്ട, നോക്കി നിന്നോളൂ. ഓ എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്നാ പിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? വീട്ടിലോട്ട് ഞാൻ കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് ഞാൻ ഓലയും മടലും ഒക്കെ കൊടുക്കും. ഓലയും മടലും? എനിക്കെന്തിനാണ് ഓലയും മടലും? ചേട്ടനെ കൊണ്ടുപോണ കാര്യമല്ല പറഞ്ഞത്, ഞാൻ എന്റെ ആനനെ കൊണ്ടുപോണ കാര്യ പറഞ്ഞത്. കുട്ടിശങ്കരനെയോ? എന്താ കാര്യമല്ലേ പറഞ്ഞത്? അല്ല ചേട്ടാ, ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ ചേട്ടാ. എന്താ പേര്? വീണ. വീണ മതിയായിരുന്നു. എന്തോ? അല്ല കുട്ടിശങ്കര, ദേ നിൽക്കുന്ന നിന്റെ ചേട്ടത്തിയമ്മ. അല്ല കുട്ടിശങ്കരന് ചേട്ടാ, എനിക്ക് ആനയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ. അതെ ഞാൻ ആനയെ കാണാൻ വേണ്ടിട്ട് ഓടി വന്നത്. എനിക്ക് ഈ ആനയെ കാണുമ്പോ കൊറേ സംശയങ്ങളുണ്ട്. എന്താണ് സംശയം? ചോദിക്കട്ടെ ചേട്ടാ, ഈ ആന എന്താന്ന് ഇങ്ങനെ കറുത്ത് തടിച്ചിരിക്കുന്നത്? ആന എന്താ ഇങ്ങനെ കറുത്ത് തടിച്ചിരിക്കുന്നു? അതുകൊണ്ടാണ് ഇതിനെ ആനയെന്ന് വിളിക്കുന്നത്. വെളുത്ത് ഉരുണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പാരസെറ്റമോൾ എന്നല്ലേ വിളിക്കാൻ പറ്റൂ. പിന്നെ ഞാൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചെവി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന? അഹങ്കാരം. അഹങ്കാരം. എനിക്ക് കൊണ്ട് ചെവി, വീണയ്ക്ക് കൊണ്ട് ചെവി. നമ്മൾ ഇത് ആട്ടുന്നുണ്ടോ? അത് നമുക്ക് അഹങ്കാരമില്ല. ഇവന്റെ അഹങ്കാരം കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആട്ടുന്നത്. ചേട്ടാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? അയ്യോ അതല്ല, എനിക്ക് ഈ ആനയുടെ ഇങ്ങനെ അടിക്കൂടെ ഒന്ന് പോണോന്ന്. ഞാൻ രാത്രി കിടന്ന് എപ്പോഴും പേടിക്കും ചേട്ടാ. അപ്പൊ എന്നോട് അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ അകത്തൂടെ പോയി കഴിഞ്ഞാൽ പേടി മറന്നു. ഒന്ന് ഞാൻ പൊക്കോട്ടെ ചേട്ടാ? ഇതിന്റെ അടി കൂടെ പോണോന്ന്? ഇതിന്റെ കീഴിൽ കൂടെ നടക്കാൻ ഇത് കൊച്ചി ട്രെയിൻ ഓടുന്ന, മെട്രോ ട്രെയിൻ ഓടുന്ന പാലത്തിന്റെ തൂണല്ല. ചവിട്ടി പിരുത്തുകളയത്. ചവിട്ടുവോ? എന്തായാലും കൊള്ളാം. അയ്യോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഒന്നും കൂടെ തൊട്ടോട്ടെ ഞാൻ? കുട്ടിശങ്കര പോട്ടെ ചേട്ടാ. അപ്പൊ എന്നെ തൊടണ്ടേ? തൊടണ്ട, ഞാൻ ആനയെ തൊടാൻ വേണ്ടിയാ വന്നത്. ആന പോലെ ഞാൻ സംഘടിപ്പിച്ചു തരാം. ഓ ശരി ശരി ചേട്ടാ, ശരി. നമ്മള് മുതലാളി ബുക്ക് ചെയ്ത ആനയായിരുന്നേ. നമ്മൾ അവിടുത്തെ തൊഴിലാളികളൊക്കെ നമ്മൾ ആഘോഷിച്ചോണ്ടിരിക്കുക, അവിടെ മാളൊക്കെ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ എനിക്കൊരു സംശയം, ആനയ്ക്ക് വയറു വിശക്കുമല്ലോ, അരിയുണ്ട കൊടുക്കുന്നോണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ? ഏതോ കുഴപ്പം? അതാ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അരിയുണ്ട കൊടുത്തോളൂ, അരിയുണ്ട കൊടുത്തോളൂ.
വെച്ചു കൊടുക്കരുത്. രണ്ടാക്കണോ അതെ? അല്ലടാ 4 പീസാക്കി കൊടുക്ക്. തൊണ്ട കുരുങ്ങു. ഇത്രയും വലിയ ആനയ്ക്ക് നീ കൊടുക്കാൻ കൂടെ അരിയണ്ടേ അടുത്തില്ലേ? നിന്റെ പെടൽ വെട്ടി ഞാൻ ഇട്ട് കൊടുക്കും. പടാ പടാ. അല്ല മുതലാളി തന്നെ ഇതെന്ത് പ്രാന്ത് കൊടുക്കാൻ പോയിട്ട്. നിന്റെ കൃഷ്ണമണിക്ക് ഞാൻ തോട്ടിയിട്ട് വലിക്കും കേട്ടാ. പറഞ്ഞ സാറേ ആന എടുക്ക വെളച്ചിൽ കൊണ്ട് വരുന്നു. ഓക്കെ അല്ലേ കാര്യങ്ങളൊക്കെ? എല്ലാം okay ആണ്. അപ്പൊ ഇനി താമസിക്കേണ്ട, നമുക്ക് ജപ്തി നടപടികൾ തുടങ്ങാം. അതെ, ഇവിടെ ഇതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വരാം. ഒരു സന്തോഷ സൂചനമാണ്. വീട്ടിനകത്തിരിക്കുന്നവർക്കെല്ലാം ഇറങ്ങി വരാം. അപ്പൊ നമുക്ക് ജപ്തി തുടങ്ങാം. ജപ്തി തുടങ്ങാം. അതെ, പിന്നെ ജപ്തി തുടങ്ങാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചെറിയൊരു ഡെക്കറേഷൻ കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് ഡെക്കറേഷൻ? ചെറിയൊരു ചെണ്ടമേളം. ചെണ്ടമേളോ? സാധാരണ ജപ്തിക്ക് ചെണ്ടമേളം പണ്ട് കാലത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ നിർത്തി വെച്ചിരുന്നത്. പക്ഷെ ഞാൻ ഇതൊന്ന് ആഘോഷമാക്കുക, എന്റെ ഒരു ജന്മ അഭിലാഷമാണ്. ഓക്കെ ആണല്ലോ? സെറ്റ്. ചെണ്ടമേളത്തിന്റെ ആൾക്കാരെ കൊണ്ടുപോകാ. ആഹാരം കൊടുത്തിട്ടുണ്ട് മേളക്കാർക്ക്. എല്ലാം സന്തോഷമായിരിക്കണം. ഇന്നത്തെ ദിവസം തകർക്കും. വടവിടെ എല്ലാവരും കാണണം. ഇതിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. മുതലാളി അതെ, അവിടെ കിടന്ന് തള്ളണം. നിങ്ങൾ മുന്നോട്ട് വാ, ഇങ്ങോട്ട് വാ. ടിക്കറ്റ് ഒന്നും വേണ്ട. ഇതൊക്കെ ഒരു സന്തോഷല്ലേ. വാ വാ വാ. അല്ല, തൊടുന്നില്ല. അപ്പൊ തുടങ്ങാം. പണിയൊന്നും ചെയ്യൂല. അയ്യോ എന്റെ ഭഗവാനെ, ഇതിന് വേണ്ടി പെട്ടെന്നാവട്ടെ. റെഡിയല്ലേ? റെഡി 1 2 3. അല്ല, ഇത് ആന കിടന്ന് ഡാൻസ് കളിക്കുന്നല്ലാതെ അത് പിടിച്ച് വലിക്കണം. അത് വലിച്ചാലല്ലേ ഇത് വരുള്ളൂ. അത് അങ്ങനെ ഇങ്ങനെയൊന്നും വലിക്കത്തില്ല. ഇത് ഉത്സവത്തിനൊക്കെ പോകുന്ന ആനയാണ്. അതെ, അവിടെ എപ്പോ ചെന്നാ ഏത് ഉത്സവ പറമ്പിൽ ചെന്നാലും ചെണ്ടമേളം കൊട്ടാൻ തൊട്ട് അപ്പൊ തന്നെ അവൻ ഡാൻസ് കളിക്കണം. ഞാനും അങ്ങനെയാണ്. എനിക്ക് ചെണ്ടമേളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. നമുക്ക് ചെണ്ടമേളൊക്കെ പിന്നെ ഇട്ട് കൊടുക്കാം, അതിന് സന്തോഷിക്കാൻ വേണ്ടി. ഈ സമയം ഒന്ന് അടങ്ങിയത് അത് വലിച്ചു കഴിഞ്ഞാൽ അതിനങ്ങ് കൊണ്ടുപോകും. നമുക്ക് അത് കഴിഞ്ഞ് ആഘോഷിക്കാം. എന്തോ എനിക്കറിയത്തില്ല, അവൻ ചെയ്യുമെന്ന് നോക്കി നിൽക്കാതെ എടുത്ത് ശരി, തുടങ്ങിക്കോ ചെണ്ടമേളം. ഹലോ, ഈ ആന കിടന്ന് തുള്ളുന്നല്ലാതെ വടം വലിക്കുന്നില്ലല്ലോ. വടം വലിക്കാൻ പറ. ഞാൻ പറഞ്ഞില്ലേ അത് വലിക്കില്ല. എന്താ ഇത് ഉത്സവ പറമ്പിൽ ഉത്സവങ്ങളൊക്കെ കണ്ടു വളർന്ന ആനയാണിത്. ചെണ്ടമേളം കേട്ടാ അവൻ കിടന്ന് തുള്ളും. അതാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, ചെണ്ടമേളം ഒഴിവാക്കാം. ഇനി ആരും ചെണ്ട കൊണ്ടിട്ടത് വലിക്കുകയും ചെയ്യും. ഇടോ ഞാൻ പറഞ്ഞില്ലേ, മേളം കേട്ട് തുള്ളി തുടങ്ങി കഴിഞ്ഞാ പിന്നെ അവൻ ക്ഷീണിക്കുന്നിടം വരെ അവന് തുള്ളണം. ഇല്ലെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാക്കും. അല്ലാതെ വലിക്കത്തില്ല. വലിക്കുകയല്ല. അതെന്നാ പരിപാടിയുടെ നീ? ഇത്രയും കാശ് മുടക്കിട്ട് ഞാൻ സാധനം കൊണ്ടുവന്നിട്ട് പിന്നെ തുള്ളായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേട്. അവൻ ചിരിക്കുന്നുണ്ടാ? അവൻ ചിരിക്കുന്നുണ്ടാ? നീ ചിരിക്കും. ഞാൻ ശരിയാക്കാം. ഇത് ആനയെ കൊണ്ട് റെഡിയാക്കിയാ പോരെ? ഞാൻ റെഡിയാക്കാം. ഞാൻ പറഞ്ഞേക്കോലെ എന്റെ സ്വഭാവം. എന്റെ ആനയെ തൊട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്ത് ഇപ്പിടി എന്തെങ്കിലും ചെയ്യും. ആസന എന്തെങ്കിലും ചെയ്യും. അയ്യോ, നിങ്ങൾ പാപ്പനെങ്കിൽ വാ. പാപ്പൻ, നിങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങാതെ ആനയുടെ പിറകെ പോ. അയ്യോ, ചുമ്മാ എന്റെ ഇറക്കുന്ന പ്രാന്തരാക്കിയ നീ ഒറ്റ നിങ്ങൾ പിറകെ എനിക്കറിയാൻ. അയ്യോ, ഒരു BMW കാറുള്ള ആർക്കാണ്? ചോപ്പാണ്. ചോപ്പാണ്. അതെനിക്കുള്ളത്. ആന നല്ല ശക്തനായ ആനേട്ടാ. ഒറ്റ അടിക്ക് ബുൾസ പോലെ ആക്കി. എന്റെ 1.5 കോടി രൂപ വണ്ടി. 1.5 കോടിയാ?
അതിരിക്കട്ടെ BMW തകർത്ത് തപ്പണമാക്കി ഇപ്പൊ ആന അങ്ങോട്ട് പോയി എടുത്തോട്ട് പോയി അതായത് അങ്ങോട്ട് പോയി അല്ല അങ്ങോട്ട് പോകുമ്പോഴല്ലേ അവിടെ ഒരു ട്രാൻസ്ഫോമർ ഇരിക്കുന്നത് ആ ട്രാൻസ്ഫോമറിന്റെ ഗതി എന്തേ ഏത് ട്രാൻസ്ഫോമർ ഒന്നും ഇല്ല അവിടെ എങ്ങും അപ്പൊ എങ്ങനായാലും സർക്കാരിന് നഷ്ടപരിഹാരമായിട്ട് ഒരു 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരില്ലേ? ആര് കൊടുക്കും? നീ കൊടുക്കണം. നീ കൊടുക്കണം. അതാണ് നീയാണ് നിന്റെ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് നീ കൊടുക്കണം. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോ മറ്റേ TV ഫ്രിഡ്ജും ഒക്കെ വിൽക്കുന്ന കട അതിന്റെ ഗതി എന്തായി? അവിടെ TV ഉണ്ടോ ഫ്രിഡ്ജ് ഉണ്ടോ എല്ലാം കൂടെ മിക്സിയിലിട്ട് അവസ്ഥയാണ്. അപ്പൊ അതിന്റെ കടക്കാരന് എങ്ങനെ കളിച്ചാലും ഒരു 15 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. 15 ലക്ഷം ഇതാരും കൊടുക്കും? നീ കൊടുക്കണം. ഞാൻ കൊടുക്കണം. നീ കൊടുക്കണം. നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു കണക്കുകളിൽ ശരിയാണെങ്കിൽ നീ ഇതിപ്പോ തകർക്കാൻ പോണ എല്ലാം കൂടെ കൂട്ടി എല്ലാം കൂടെ ഏകദേശം ഒരു 4 കോടി രൂപയോളം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. നീ കൊടുക്കണം. ഞാനാ? എന്റെ ദൈവമേ. എന്റെ കള്ളാപനം എണ്ണീരാ ഇതാ ഇതാണ് പറയുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന്.